ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലെറ്റ്സ് ലേൺ സിവിൽ എഞ്ചിനീയറിംഗ് ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വരാനിരിക്കുന്ന കേരള വാട്ടർ അതോറിറ്റിയുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്നുള്ള ഭാഗങ്ങളാണ് നമ്മൾ ഈ വീഡിയോയുടെ സീരീസിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് പവർ ട്രാൻസ്മിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കഴിഞ്ഞ 7 വീഡിയോസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പവർ ട്രാൻസ്മിഷനിൽ തന്നെയുള്ള ചെയിൻ ഡ്രൈവുകളെക്കുറിച്ചും റോപ്പ് ഡ്രൈവുകളെക്കുറിച്ചുമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചെയിൻ ഡ്രൈവുകളെ കുറിച്ചാണ്. എന്താണ് ചെയിൻ ഡ്രൈവ്, എന്താണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എന്നാണ് പറയാൻ പോകുന്നത്. സോ നമ്മൾ ടോപ്പിക്കിലോട്ട് കടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ വീഡിയോസ് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്യാം. സോ നമ്മൾ പവർ ട്രാൻസ്മിഷന് വേണ്ടി ഉപയോഗിക്കുന്ന ചെയിൻ ഡ്രൈവുകളെ കുറിച്ച് നമുക്ക് നോക്കാം. സോ എന്താണ് ചെയിൻ ഡ്രൈവ്? ഒരു എൻഡ്ലെസ് ചെയിന് 2 സ്പ്രോക്കറ്റുകളുടെ മുകളിൽ റാപ്പ് ചെയ്തതുപോലെ കണക്ട് ചെയ്തതാണ് ചെയിൻ ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ യൂഷ്വലി പവർ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയിൻ ഡ്രൈവുകൾ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം 2 സ്പ്രോക്കറ്റുകൾ. ഇതിനെയാണ് നമ്മൾ സ്പ്രോക്കറ്റ് എന്ന് പറയാം. ഡിസ്കിൽ ടീത്ത് കട്ട് ചെയ്തതിനെയാണ് ഗിയേഴ്സ് എന്ന് പറയാം. എന്നാൽ ഇവിടെ ഈ ഒരു ഡിസ്കിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ്? ആക്ച്വലി സ്പ്രോക്കറ്റ് എന്നാണ്. സ്പ്രോക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ പ്രൊഫൈലുള്ള ഒരു ടൂത്ത്ഡ് വീലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ചെയിൻ ഡ്രൈവിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് നമ്മുടെ മോട്ടോർ സൈക്കിൾ അല്ലേ? മോട്ടോർ സൈക്കിളോ അല്ലെങ്കിൽ നമ്മുടെ സൈക്കിളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ചെയിൻ ഡ്രൈവ് കാണാം. ആ ചെയിൻ ഡ്രൈവിൽ അവിടെ ഉള്ള ആ ഡിസ്കിൽ എന്ത് ചെയ്യും? ഒരു സ്പെഷ്യൽ പ്രൊഫൈലാണ് എന്ത് ചെയ്യുക? അതിന്റെ ടീത്ത് ഉണ്ടാവുക. അങ്ങനെ മുള്ളു പോലെ പൊങ്ങിയിട്ടാണ് ഉണ്ടാവുക. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്പ്രോക്കറ്റ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ സ്പ്രോക്കറ്റ് എന്ന് വിളിക്കും. എന്നാൽ ഇതിനെയാണ് നമ്മൾ ചെയിൻ എന്ന് വിളിക്കുക. അപ്പോൾ ചെയിൻ എങ്ങനെയാണ് ഫോം ചെയ്തിട്ടുള്ളത്? അത് ഒരുപാട് ലിങ്കുകളെ കണക്ട് ചെയ്തുകൊണ്ടാണ്. എങ്ങനെയാണ് ലിങ്കുകളെ കണക്ട് ചെയ്തിരിക്കുന്നത്? ബൈ യൂസിങ് എ പിൻ ജോയിന്റ്. പിൻ ജോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ലിങ്കുകളെ കണക്ട് ചെയ്ത് ഒരു എൻഡ്ലെസ് ചെയിനാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ചെയിൻ ഡ്രൈവുകൾക്ക് വേണ്ടി ഫോം ചെയ്തിട്ടുള്ളത്. ചെയിൻ ഡ്രൈവുകൾക്ക് മറ്റുള്ള ഡ്രൈവുകളിൽ നിന്നുള്ള പ്രത്യേകത എന്താണ്? ചെയിൻ ഡ്രൈവ് ഒരു പോസിറ്റീവ് ഡ്രൈവാണ്. എന്താണ് പോസിറ്റീവ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ? അവിടെ സ്ലിപ്പില്ല, അതേപോലെ തന്നെ ക്രീപ്പും സംഭവിക്കില്ല. അപ്പോൾ സ്ലിപ്പേജ് കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ആകുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് ആണ് എന്ത്? ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റിയിൽ നമുക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു കോൺസ്റ്റന്റ് വെലോസിറ്റി റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം? ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കാം. ഇതിൽ 2 വീലുകൾ കാണാം അല്ലേ? ഒരു ചെറിയ സ്പ്രോക്കറ്റും അതേപോലെ തന്നെ ഒരു വലിയ സ്പ്രോക്കറ്റും കാണാം. ഈ ചെറിയ സ്പ്രോക്കറ്റിനെ നമ്മൾ പിനിയൻ എന്ന് പറയും. ഗിയറിൽ പറഞ്ഞ പോലെ തന്നെ പിനിയൻ എന്ന് പറയും. വലുതിനെ നമ്മൾ വീൽ എന്നാണ് പറയുന്നത്. ഒരു ചെയിൻ ഡ്രൈവിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് 98% ആണ്. അപ് ടു 98% വരെ എഫിഷ്യൻസി ഉള്ള ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് ആണ് എന്ത്? ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. നമ്മളൊരു ചെയിനിനെ സ്പെസിഫൈ ചെയ്യുന്നത് പിച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അതായത് ഇവിടെ കണക്ട് ചെയ്തിട്ടുള്ള പിന്ന്, ഇവിടെ ഒരു പിന്നുണ്ടാവും, ഇവിടെ ഒരു പിന്നുണ്ടാവും. സോ അടുത്തടുത്ത് വരുന്ന 2 പിന്നുകളുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? പിച്ച് എന്ന് പറയുന്നത്. ഇനി എന്താണ് ചെയിൻ ഡ്രൈവുകളുടെ അഡ്വാൻറ്റേജ്? നമുക്കറിയാം ചെയിൻ ഡ്രൈവ് ഒരു പോസിറ്റീവ് ഡ്രൈവ് ആണ്. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവില്ല? അവിടെ സ്ലിപ്പ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു നോൺ സ്ലിപ്പ് ഡ്രൈവ് ആണ് ആക്ച്വലി എന്ത്? ചെയിൻ ഡ്രൈവ് എന്നുള്ളത്. നമ്മൾ മറ്റുള്ളതിനെ അപേക്ഷിച്ച് ഒരു ഹൈ എഫിഷ്യൻസി ഉള്ള ഒരു ഡ്രൈവാണ് ചെയിൻ ഡ്രൈവ്. അതേപോലെ തന്നെ വളരെ കോമ്പാക്റ്റ് ആണ്. ബെൽറ്റ് ഡ്രൈവുകളൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ സ്പേസ് കൂടുതൽ വേണം. എന്നാൽ ഇതിന് ലെസ് സ്പേസ് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമുക്ക് ചെയിൻ ഡ്രൈവുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ ലോങ് ആസ് വെൽ ആസ് ഷോർട്ട് ഡിസ്റ്റൻസ്. ലോങ് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടും ഷോർട്ട് ഡിസ്റ്റൻസിന് വേണ്ടിയിട്ടും എന്ത് ചെയ്യാം? നമുക്ക് ചെയിൻ ഡ്രൈവുകളെ ഉപയോഗിക്കാം. ഇനി ഇതിന്റെ ഡിസഡ്വാൻറ്റേജുകൾ എന്താണ്? നമുക്കറിയാം വളരെ പ്രിസൈസ് ആയിട്ടുള്ളതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റില്ല? ചെയിൻ ഡ്രൈവ് ഉപയോഗിക്കാൻ പറ്റില്ല. നമ്മൾ സാധാരണ പ്രിസൈസ് ആയിട്ടുള്ള മോഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഗിയർ ഡ്രൈവുകളാണ്. ഓക്കെ. അതേപോലെ തന്നെ ഇതിന് ലൂബ്രിക്കേഷൻ ആവശ്യമാണ്. ചെയിനും അതേപോലെ തന്നെ സ്പ്രോക്കറ്റുമായിട്ട് വരുന്ന ലിങ്കുകളിൽ, വരുന്ന കണക്ഷനുകളിൽ എന്ത് വേണം? ലൂബ്രിക്കേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു കോൺസ്റ്റന്റ് മെയിൻ്റനൻസ്, ഒരു കെയർഫുൾ മെയിൻ്റനൻസ് എന്താണ്? ഇതിന് ആവശ്യമാണ്. അതേപോലെ തന്നെ ചെയിൻ ഡ്രൈവുകൾ നോയ്സ് മേക്കിംഗ് ആണ്. ഒരു മറ്റുള്ള ഡ്രൈവുകളെ അപേക്ഷിച്ച് എന്താണ്? ഇതിന് നോയ്സ് കൂടുതലായിരിക്കും. ബെൽറ്റ് ഡ്രൈവുകളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതിന് കോസ്റ്റ് കൂടുതലാണ് ചെയിൻ ഡ്രൈവുകൾക്ക്. സോ ദീസ് ആർ ദി ഡിസഡ്വാൻറ്റേജ് ഓഫ് ചെയിൻ ഡ്രൈവ്സ്. ചെയിൻ ഡ്രൈവുകളെ നമുക്ക് 3 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം: പവർ ട്രാൻസ്മിഷൻ ചെയിൻസ്, ഹോയിസ്റ്റിംഗ് ചെയിൻസ് ആൻഡ് പുള്ളിംഗ് ചെയിൻസ്. പവർ ട്രാൻസ്മിഷൻ ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന, അതായത് ഒരു ഷാഫ്റ്റിൽ നിന്ന് മറ്റൊരു ഷാഫ്റ്റിലേക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയിൻ ഡ്രൈവുകൾ ഉപയോഗിക്കുന്നതെങ്കിൽ അതിനെ പവർ ട്രാൻസ്മിഷൻ ചെയിൻസ് എന്ന് പറയും. ഹോയിസ്റ്റിംഗ് ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഡിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചെയിൻസിനെയാണ് നമ്മൾ, ചെയിൻ ഡ്രൈവുകളെയാണ് നമ്മൾ ഹോയിസ്റ്റിംഗ് ചെയിൻസ് എന്ന് പറയും. ഹെവി ലോഡഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളൊക്കെ നമുക്ക് നിഷ്പ്രയാസം എന്ത് ചെയ്യാൻ പറ്റും? ചെയിൻ ഡ്രൈവുകൾ ഉപയോഗിച്ചുകൊണ്ട് പൊക്കാൻ പറ്റും. ട്രാൻസ്ഫോമർ ഒക്കെ നമ്മൾ ലിഫ്റ്റ് ചെയ്ത് പ്ലേസ് ചെയ്യുന്നത് എന്താണ്? ചെയിൻ ഡ്രൈവ് ഉപയോഗിച്ചിട്ടാണ്. സോ അങ്ങനത്തെ ചെയിൻ ഡ്രൈവുകളാണ് നമ്മൾ ഹോയിസ്റ്റിംഗ് ചെയിൻസ് എന്ന് പറയുന്നത്.
ഇനി ഇതേപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ചെയിൻ ഡ്രൈവ് ആണ് പുള്ളിംഗ് ചെയിൻസ്. പുള്ളിംഗ് ചെയിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എലിവേറ്റേഴ്സിലും കൺവെയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രൈവ് എന്ന് പറയുന്നത് ചെയിൻ ഡ്രൈവ് ആണ്. സോ അതിനെ നമ്മൾ പുള്ളിംഗ് ചെയിൻസ് എന്നാണ് പറയുന്നത്. ഇനി ചെയിനുകൾ ഇതുപോലെ തന്നെ രണ്ട് രൂപത്തിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റോളർ ചെയിൻ ആൻഡ് ടൂത്ത്ഡ് ചെയിൻ. രണ്ട് ടൈപ്പ് ഓഫ് ചെയിനുകളാണുള്ളത്. അതൊന്ന് റോളർ ചെയിനും രണ്ടാമത്തത് ടൂത്ത്ഡ് ചെയിനുമാണ്. നമ്മൾ നോർമലി കാണുന്ന ചെയിനുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മോട്ടോർ സൈക്കിളിലും അതേപോലെ തന്നെ സൈക്കിൾസിലൊക്കെ ഉപയോഗിക്കുന്നത് റോളർ ചെയിനാണ്. നിങ്ങൾക്ക് ഫസ്റ്റ് ഫിഗറിൽ കാണുന്നതാണ് റോളർ ചെയിൻ. രണ്ടാമത് കാണിച്ചിരിക്കുന്ന ഒരു സ്പെഷ്യൽ അറേഞ്ച്മെന്റിൽ ഒന്നിലധികം ടീത്തുകൾ കണ്ടിന്യൂസ് ആയിട്ട് അലൈൻ ചെയ്തിരിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചെയിനാണ് എന്ത് ടൂത്ത്ഡ് ചെയിൻ എന്നുള്ളത്. എന്താണെന്ന് പറയാം. ഫസ്റ്റ് നമുക്ക് റോളർ ചെയിൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ റോളർ ചെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെയാണ് എന്ത് ചെയ്യുക നമ്മൾ കാണുന്ന ചെയിൻ ഉണ്ടാവുക. ഈ ചെയിനിൽ നിങ്ങൾക്ക് കാണാം ഇതിനെ നമ്മൾ പാർട്സുകളാക്കി തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എക്സ്റ്റേണൽ പ്ലേറ്റ് എന്ന് പറയും. ഇത് എന്താണ് ഒരു ഇന്റേണൽ പ്ലേറ്റ് ആണ്. ഇവിടെയും ഒരു ഇന്റേണൽ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒരു ലിങ്ക് മാത്രം എടുക്കുക. ജസ്റ്റ് ഒരു ലിങ്ക് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇതൊരു ലിങ്കാണ്. ഈ ഒരു ലിങ്ക് മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഒരു ലിങ്കിൽ രണ്ട് ഇന്റേണൽ പ്ലേറ്റുകൾ അതേപോലെ തന്നെ രണ്ട് ബുഷുകൾ രണ്ട് റോളറുകൾ ഉണ്ട്. അപ്പോൾ ഈ ലിങ്ക് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നത്? ഈ രണ്ട് ഇന്റേണൽ പ്ലേറ്റുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഒരു ബുഷാണ്. ആ ബുഷിന്റെ മുകളിലായിട്ടാണ് എന്ത് ചെയ്യുന്നത് റോളേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റോളർ ഇവിടെയാണ് കൊടുത്തിട്ടുണ്ടാവുക. ആ റോളറിന്റെ ഉള്ളിലൂടെ എന്ത് ചെയ്യും ബുഷ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. ആ ബുഷ് ഇന്റേണൽ പ്ലേറ്റുകളുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇനി രണ്ട് ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഇതൊരു ലിങ്കാണ്, ഇത് വേറൊരു ലിങ്കാണ്. ഈ ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബെയറിംഗ് പിൻസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്നത് എന്താണ് പിന്നാണ്. അപ്പോൾ ഈ പിൻ എന്ത് ചെയ്യും ഇതിനകത്തൂടെ ഈ ബുഷിനകത്തൂടെ ഇട്ടിട്ട് എക്സ്റ്റേണൽ പ്ലേറ്റുമായിട്ട് ഇവിടെയാണ് ഉള്ളത് ഔട്ടർ പ്ലേറ്റ് ഉള്ളത്. ഈ ഔട്ടർ പ്ലേറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും പിന്ന് കണക്ട് ചെയ്തിട്ടുണ്ടാവും. സോ ഇവിടെ നമ്മളൊരു റോളർ ചെയിനിന്റെ അറേഞ്ച്മെന്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റോളർ ചെയിനിന്റെ ഒരു ലിങ്കിൽ രണ്ട് ബുഷുകളും രണ്ട് റോളറും രണ്ട് ഇന്നർ പ്ലേറ്റും ഉണ്ടാവും. ആ രണ്ട് ലിങ്കുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഔട്ടർ പ്ലേറ്റിൽ എന്ത് ചെയ്യും ഔട്ടർ പ്ലേറ്റിലേക്ക് രണ്ട് പിന്നുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഇങ്ങനെയാണ് റോളർ ചെയിൻ ഉള്ളത്. ഇനി നമുക്കറിയാം റോളർ ചെയിനിന്റെ ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു കർവാണ് അല്ലേ. ഇങ്ങനെ കർവ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അതിന്റെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. വെയിറ്റ് കുറയുകയും എന്നാൽ സ്ട്രെങ്ത് കുറയാതിരിക്കുകയും ചെയ്യുന്നത് ഈ ഒരു സ്പെഷ്യൽ കർവ്ഡ് അറേഞ്ച്മെന്റ് കാരണമാണ്. ഒരു റോളർ ചെയിൻ കൺസിഡർ ചെയ്യുമ്പോൾ ആ റോളർ ചെയിനിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ് എന്ന് പറയുന്നത് റോളറാണ്. കാരണം സ്പ്രോക്കറ്റിന്റെ ടീത്തുകൾ കോണ്ടാക്റ്റിൽ വരുന്നത് എന്താണ് ഈ റോളറുമായിട്ടാണ്. അപ്പോൾ റോളറുമായിട്ട് കോണ്ടാക്ട് വരുമ്പോൾ അതെന്താണ് ഫ്രീ മോഷൻ ആണ് ഈ റോളറിനുള്ളത്. സോ അതുകൊണ്ട് തന്നെ അതിന്റെ മൂവ്മെന്റ് പോസിബിൾ ആണ്. ആ റോളർ എന്ത് ചെയ്യും ഓരോ തവണ ഈ ടീത്ത് മീറ്റ് ചെയ്യുന്നതിനനുസരിച്ചും എന്ത് ചെയ്യും അത് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഒരു ചെയിനിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത് അതിൻ്റെ പിച്ചിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പിന്നുകൾ തമ്മിലുള്ള സെൻറ്റർ ടു സെൻറ്റർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പിച്ച് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ഒരു ടൈപ്പ് ഓഫ് ചെയിനാണ് ടൂത്ത്ഡ് ചെയിൻ എന്നുള്ളത്. എന്താണ് ടൂത്ത്ഡ് ചെയിൻ്റെ പ്രത്യേകത എന്ന് നമുക്ക് കാണാം. നേരത്തെ നമ്മൾ റോളർ ചെയിൻ പറഞ്ഞപ്പോൾ അവിടെ ഒരു സ്പ്രോക്കറ്റിൻ്റെ ടീത്തിന് മാത്രം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായിരുന്നു റോളർ ചെയിൻ ഉണ്ടായിരുന്നത്. എന്നാൽ ടൂത്ത്ഡ് ചെയിനിൽ അതിൻ്റെ ഒരു സ്പെഷ്യൽ ഡിസൈനും അതിൻ്റെ പ്രൊഫൈലും കാരണം നമ്പർ ഓഫ് ടീത്തുകൾ ഒരേ സമയത്ത് ചെയിനുമായിട്ട് ലിങ്ക് വരുന്ന രൂപത്തിലാണ് ടൂത്ത്ഡ് ചെയിൻസ് ഫോം ചെയ്തിട്ടുള്ളത്. ഈ ടൂത്ത്ഡ് ചെയിനിൻ്റെ മറ്റൊരു പേരാണ് ഇൻവേർട്ടഡ് ടൂത്ത്ഡ് ചെയിൻ എന്ന് പറയും. അതായത് ഇൻവേർട്ടഡ് ഷേപ്പിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ടൂത്ത് ചെയ്ത പോലെയാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ചെയിൻ ഉള്ളത്. അതല്ലെങ്കിൽ സൈലന്റ് ചെയിൻ എന്ന് പറയും. സൈലന്റ് ചെയിൻ എന്ന് പറയും. എന്താണ് ഈ സൈലന്റ് ചെയിൻ എന്ന് പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ സ്പെഷ്യൽ ഡിസൈൻ കാരണം ആ യുണീക്നെസ് കാരണം ഇതിന് റോളർ ചെയിനിന് ഉണ്ടാവുന്ന ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമ്മൾ പറഞ്ഞതാണ് എന്ത് നോയ്സ് ഉണ്ടാവുന്നുള്ളത്. എന്നാൽ ടൂത്ത്ഡ് ചെയിൻ ഒരു സൈലന്റ് ചെയിനാണ്. അതിലെന്തുണ്ടാവില്ല അധികം നോയ്സ് ക്രിയേറ്റ് ചെയ്യൂല അല്ലെങ്കിൽ ക്വയറ്റ് ആയിട്ടുള്ള ഒരു ചെയിനാണ് ടൂത്ത്ഡ് ചെയിൻ എന്നുള്ളത്. രണ്ട് ഗിയേഴ്സ് തമ്മിൽ മെഷ് ചെയ്യുന്നത് പോലെയാണ് എന്ത് ചെയ്യുന്നത് ടൂത്ത്ഡ് ചെയിനിൽ സ്പ്രോക്കറ്റും അതേപോലെ തന്നെ ചെയിനും മെഷ് ചെയ്യപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഗിയറിന് നമുക്കറിയാം ഗിയറിന്റെ ടീത്തിന് എന്താണ് വീതി ഉണ്ടാവും. വിട്ടുള്ള ടൈപ്പ് ഓഫ് ടൂത്തുകളാണ് എന്ത് ചെയ്യുക ഗിയേഴ്സിന് ഉണ്ടാവുക. ഇവിടെയും എന്താണ് ഈ ചെയിനിന് എന്താണ് വിട്ട് കുറച്ച് കൂടുതലായിരിക്കും. അതിന് അനുയോജ്യമായ രൂപത്തിലാണ് അതിൻ്റെ സ്പ്രോക്കറ്റുകൾ കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇനി സ്പ്രോക്കറ്റുകളാണെന്നുണ്ടെങ്കിലും പല രൂപത്തിൽ സ്പ്രോക്കറ്റുകൾ ഉണ്ട്. ചിലതിന് ഗൈഡുകൾ ഉള്ളതുണ്ടാവും, ഗൈഡുകൾ ഇല്ലാത്തതുണ്ടാവും, സൈഡ് ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും, ചിലത് സെൻറ്റർ ഗൈഡ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവും. അതായത് അതിൻ്റെ ആ ഒരു ചെയിനിൽ നിന്ന് അത് തെന്നി മാറാതിരിക്കാൻ വേണ്ടിയിട്ട്
ചിലപ്പോൾ ഗൈഡുകൾ പ്രൊവൈഡ് ചെയ്തതും ഇല്ലാത്തതുമായിട്ടുള്ള ടൂത്ത്ഡ് ചെയിനുകൾ ഉണ്ടാവും. യൂഷ്വലി ടൂത്ത്ഡ് ചെയിനുകൾ നമ്മൾ പല ഓട്ടോമൊബൈൽ എൻജിൻസിലും ഉപയോഗിക്കുന്നുണ്ട്. മാനുഫാക്ചറിങ് പർപ്പസിലൊക്കെ ടൂത്ത്ഡ് ചെയിനുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി കൂടുതലായിട്ടും ഹെവിയർ ആയിട്ടുള്ള ലോഡുകളെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈലന്റ് ചെയിനുകൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ടൂത്ത്ഡ് ചെയിനുകൾ ഉപയോഗിക്കുന്നത്. ഒരു സ്മൂത്ത് ഓപ്പറേഷന് വേണ്ടിയിട്ട് നമ്മളുടെ ഏറ്റവും ചെറിയ സ്പ്രോക്കറ്റിൽ, ടൂത്ത്ഡ് ചെയിനുകളിൽ ഉപയോഗിക്കുന്ന ചെറിയ സ്പ്രോക്കറ്റിൽ, അതായത് പിനിയണിൽ നമ്മൾ എടുക്കുന്ന ടീത്തുകളുടെ എണ്ണം എന്ന് പറയുന്നത് 17 ഫോർ മോഡറേറ്റ് സ്പീഡ്. മോഡറേറ്റ് സ്പീഡിന് 17 ടൂത്തുകളും, അതേപോലെ തന്നെ ഹൈ സ്പീഡ് ആയിട്ടുള്ള ചെയിൻ ഡ്രൈവുകളാണെന്നുണ്ടെങ്കിൽ അതിന് 21 ടീത്തുകളുമാണ് നമ്മൾ മിനിമം നമ്പറായിട്ട് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് റോപ്പ് ഡ്രൈവുകളെ കുറിച്ചാണ്. നമുക്കറിയാം, റോപ്പ് ഡ്രൈവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രൈവ് ചെയ്യുന്നത് റോപ്പാണ് ആ രണ്ട് പുള്ളികളെയും കണക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ റോപ്പ് ഡ്രൈവ് എന്ന് പറയും. എന്തിനാണ് റോപ്പ് ഡ്രൈവുകൾ ഉപയോഗിക്കുന്നത്? ലാർജ് എമൗണ്ട് ഓഫ് പവർ ഒരുപാട് ദൂരത്തേക്ക് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, രണ്ട് പുള്ളികൾക്കിടയിലുള്ള ദൂരം വളരെ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ഡ്രൈവ് എന്ന് പറയുന്നത് റോപ്പ് ഡ്രൈവ് ആണ്. ലാർജ് എമൗണ്ട് ഓഫ് പവർ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ലോങ് ഡിസ്റ്റൻസിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. നമുക്കറിയാം, ബെൽറ്റ് ഡ്രൈവുകൾ നമ്മൾ 8 മീറ്റർ വരെ നമുക്ക് ബെൽറ്റ് ഡ്രൈവുകൾ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ വി ബെൽറ്റ് ആണ് എന്നുണ്ടെങ്കിലും, അതേപോലെ തന്നെ ഗിയേഴ്സ് ഒക്കെ എന്താണ്, അതിനേക്കാളും ഷോർട്ടറാണ്. എന്നാൽ റോപ്പ് ഡ്രൈവുകൾക്ക് ഈ 8 മീറ്ററിന് മുകളിലുള്ള 150 അല്ലെങ്കിൽ 160 മീറ്റർ ഒക്കെ ഡിസ്റ്റൻസിലേക്ക് നമുക്ക് പവറിനെ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് റോപ്പ് ഡ്രൈവുകളാണ്. റോപ്പ് ഡ്രൈവുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന റോപ്പിന്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. അത് മാത്രമല്ല, ഈ റോപ്പ് തിരിയുന്നത് ഗ്രൂവ്ഡ് പുള്ളീസിലായിരിക്കും. അപ്പൊ പുള്ളീസിന്റെ മുകളിൽ ഗ്രൂവുകൾ പ്രൊവൈഡ് ചെയ്ത് അതിലേക്ക് ഇറക്കി വെക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്യുക, റോപ്പുകൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ ഗ്രൂവിന്റെ ആംഗിൾ എന്ന് പറയുന്നത്, പുള്ളിയിലുള്ള ഗ്രൂവ് ആംഗിൾ എന്ന് പറയുന്നത് 45 ഡിഗ്രിയാണ് യൂഷ്വലി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. റോപ്പ് ഡ്രൈവുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വി ഡ്രൈവിനേക്കാൾ കൂടുതൽ ഫ്രിക്ഷണൽ ഗ്രിപ്പ് കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ഡ്രൈവ് കൂടിയാണ് റോപ്പ് ഡ്രൈവ് എന്നുള്ളത്. നമുക്ക് ഒന്നിലധികം സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡ്രൈവുകൾ ഒരൊറ്റ സിംഗിൾ ഡ്രൈവിംഗ് പുള്ളിയിൽ നിന്ന് നമുക്ക് റോപ്പ് ഡ്രൈവുകളിൽ ഫോം ചെയ്യാൻ പറ്റും. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന റോപ്പുകളെ നമുക്ക് 2 രൂപത്തിൽ ക്ലാസിഫൈ ചെയ്യാം. എയ്തർ ഫൈബർ റോപ്പ് അല്ലെങ്കിൽ വയർ റോപ്പ്. നമുക്കറിയാം, റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഓഫ് വയേഴ്സിനെ ഒരു സ്ട്രാൻഡ് ആക്കി മാറ്റിയിട്ട്, ട്വിസ്റ്റ് ചെയ്ത് സ്ട്രാൻഡ് ആക്കി മാറ്റിയിട്ട് ഈ നമ്പർ ഓഫ് സ്ട്രാൻഡുകളെ തമ്മിൽ എന്ത് ചെയ്യാണ്, ട്വിസ്റ്റ് ചെയ്ത് ഫോം ചെയ്യുന്നതാണ് ആക്ച്വലി റോപ്പ് എന്ന് പറയുന്നത്. സോ വയർ റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, വയർ റോപ്സ് സാധാരണയായിട്ട് ഉണ്ടാക്കുന്നത് റോട്ട് അയേണിൽ നിന്നോ അല്ലെങ്കിൽ കാസ്റ്റ് സ്റ്റീലിൽ നിന്നോ ബ്രോൺസിൽ നിന്നോ അലൂമിനിയത്തിൽ നിന്നോ ഒക്കെയാണ് നമ്മൾ വയർ റോപ്പുകൾ ഫോം ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ നോർമലായിട്ട് നമ്മൾ കാണുന്ന എലിവേറ്റേഴ്സിൽ, ക്രെയിൻസിൽ, കൺവേയേഴ്സിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, നമ്മൾ റോപ്പ് ഡ്രൈവുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ വയർ റോപ്പുകൾ ഗ്രൂവ്ഡ് പുള്ളീസിലാണ് എന്ത് ചെയ്യുന്നത്, റണ്ണ് ചെയ്യുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതിൽ റണ്ണ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വയേഴ്സിനെ ട്വിസ്റ്റ് ചെയ്തിട്ട് സ്ട്രാൻഡുകളാക്കി ഫോം ചെയ്യും, സ്ട്രാൻഡുകളെ ട്വിസ്റ്റ് ചെയ്തിട്ട് റോപ്പുകളാക്കി ഫോം ചെയ്യും. സോ അതുകൊണ്ട് തന്നെ ഒരു റോപ്പിനെ ഡെസിഗ്നേറ്റ് ചെയ്യുന്നത് അതിന്റെ നമ്പർ ഓഫ് സ്ട്രാൻഡും അതേപോലെ തന്നെ നമ്പർ ഓഫ് വയേഴ്സും ഉപയോഗിച്ചതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ 6/19 റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അതിൽ 6 സ്ട്രാൻഡുകളും ഓരോ സ്ട്രാൻഡിലും 19 വയറുകളുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇത് കംപ്ലീറ്റ് ആയിട്ടുള്ളതിനെ നമ്മൾ എന്ത് പറയാ, റോപ്പ് എന്ന് പറയുന്നത്. ആ റോപ്പിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഒരുപാട് സ്ട്രാൻഡുകൾ ഉണ്ട് അല്ലേ. ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഈ ലെങ്തിനെയാണ് നമ്മൾ സ്ട്രാൻഡ് എന്ന് പറയുന്നത്. ആ സ്ട്രാൻഡുകൾ കണക്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ആ സ്ട്രാൻഡുകൾ ഫോം ചെയ്തിരിക്കുന്നത് ഒന്നിലധികം വയറുകൾ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ 6/19 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 സ്ട്രാൻഡുകളും ഒരു സ്ട്രാൻഡിൽ 19 വയറുകളുമാണ് എന്ത് ചെയ്യുക, ഉപയോഗിച്ചിട്ടുണ്ടാവുക. ഇനി വാട്ട് ഈസ് എ ഫൈബർ റോപ്പ്? ഫൈബർ റോപ്പ് എന്ന് പറഞ്ഞാൽ ഫൈബറിന്റെ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് കോട്ടണോ അതേപോലെ തന്നെ ഹെമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന റോപ്പുകളാണ് എന്ത്, ഫൈബർ റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സർക്കുലർ ക്രോസ് സെക്ഷൻ ആണ്. ഇതും ഗ്രൂവ്ഡ് പുള്ളീസിലാണ് എന്ത് ചെയ്യുന്നത്, വർക്ക് ചെയ്യുന്നത്. എന്നാൽ ഫൈബർ റോപ്പുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈഡ് സർഫസിലൂടെയാണ് എന്ത് ചെയ്യുക, അത് റെസ്റ്റ് ചെയ്യാം. വയർ റോപ്പുകൾ റെസ്റ്റ് ചെയ്യുന്നത് ഗ്രൂവ്സിന്റെ ബോട്ടത്തിലാണ്, എന്നാൽ ഫൈബർ റോപ്പ് റെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഗ്രൂവ്സിന്റെ സൈഡ്സിലായിരിക്കും. ഇത്രയാണ് നമ്മൾ റോപ്പ് ഡ്രൈവുകളെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.